ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ല, അപ്പോൾ എനിക്കൊന്നും ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സച്ചു ലച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാനും അമ്മയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മാമൻ ചിലപ്പോൾ ഓരോന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമെന്ന് അറിയില്ല. അപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ഓരോ കൂടെ അമ്മ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചായക്ക് എന്താ കടി എന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അമ്മ അവിടെ ചായ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായക്ക് എന്താ കടി നമുക്ക് കണ്ടുനോക്കാം കേട്ടോ. അപ്പോൾ ദോശയാണ് ഗൈസ് ഇന്ന് ചായക്ക് കടി. ദോശയും ചട്നിയാട്ടോ ഇന്ന്. ദോശയാണ് ഞാൻ ചായ കുടിക്കുകയാണ്. സച്ച് ലച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല. അല്ലെങ്കിൽ ഓരൊക്കെ ഉണ്ടായ തല്ലുകൂടിയൊക്കെ ഒന്നും ചായ കുടിക്കുന്നു. അമ്മയ്ക്ക് ഇക്കൊന്നും ഇപ്പോൾ സമയം പോണില്ല. ഓരുണ്ടാകുമ്പോൾ ഓരോന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തല്ല് കൂടും. അപ്പം അമ്മ ഇങ്ങനെ പിരിവിടുത്തോണ്ട് നിൽക്കും. അത് ഇത് പറഞ്ഞിട്ട് ഇപ്പം അമ്മയ്ക്കും സമയം പോണില്ല. ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ വാഴപ്പിണ്ടി എടുക്കാൻ പോവാണ് കണ്ടത്തേക്ക്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ എടുക്കാം കേട്ടോ. ഇതാ തക്കാളിയൊക്കെ പഴുത്തുണ്ട്. അപ്പം ആ തക്കാളിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ പറിക്കാം കേട്ടോ. കുറച്ച് പച്ചമുളകും കൂടെ പറിക്കാന്ന് വെച്ചു. അതും കൂടെ പറിക്കുകയാണ്. തക്കാളി ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. ഈ കറിക്ക് ഒരു കർമ്മൂസക്കായ എടുക്കട്ടെ. ഈ വാഴപ്പിണ്ടി എടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ വാഴകളൊക്കെ ചിലതൊക്കെ മൂക്കാതെ ഒടിഞ്ഞ് വീഴുകയാണ്. ഇപ്പോൾ 2-3 വാഴകൾ ഇങ്ങനെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും 2-3 വീണിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അമ്മ വാഴപ്പിണ്ടി എടുക്കുമ്പോഴേക്കും ഞാൻ മാങ്ങ മൂത്തണോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ മാങ്ങ ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അത് പഴുത്ത് അത് മധുരം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് അറിയണ വരെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഇത് മൂത്തിട്ടില്ല, ഒന്നും കൂടെ ആവാനുണ്ട്. ഞാനത് നോക്കി വന്നപ്പോഴേക്കും അമ്മ ഇവിടെ വാഴപ്പിണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം അടുത്ത വീട്ടിലത്തെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അത് കട്ട് ചെയ്യാണ്. പിന്നെ ഇത് അമ്മ വിത്തിന് നിർത്തിയിട്ടുള്ള മുളകാണ്. ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇനി അത് പറിക്കട്ടെ. അമ്മ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അലക്കിയ തുണിയൊക്കെ ഒന്ന് വെയിലത്തിടുകയാണ്. ഇന്നിവിടെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി രാത്രി മഴ പെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല. നല്ല ചൂടും ഉണ്ട്. മരത്തിൻ്റെ ഒക്കെ തണലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ മുറ്റത്തൊന്നും വലിയ വെയിലുണ്ടാവില്ല. നല്ല വേനലല്ലേ, അതുകൊണ്ട് എവിടെ ഇട്ടാലും ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അപ്പം അമ്മ എടുത്തോണ്ടെന്ന ഇണ്ണിക്കാമ്പ് ഉപ്പേരിക്ക് അരിഞ്ഞുകൊടുത്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അത് അരിയാണ്. പക്ഷെ ബാക്കി ഉപ്പേരിക്ക് അരിയണ ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊന്നും അരിയണ അരിയല്ല. ഇത് ഇടകേറിടിച്ചൊരു പരിപാടി. എനിക്കിഷ്ടമല്ല ഈ ഇണ്ണിക്കാമ്പ് അരിയാന്ന് പറയുന്നത്. അപ്പോൾ ഇതരിയാണ്. വാഴപ്പിണ്ടിക്ക് ഞങ്ങളവിടെ എണ്ണിക്കാമ്പ് എന്ന് പറയും കേട്ടോ. ഇതിൽ ചെറുപയറും മുതിര ഇതൊന്നും ഇട്ട് വെക്കണില്ല. അങ്ങനെ വെക്കലുണ്ട് അമ്മ. പക്ഷെ ഇന്ന് ഇത് മാത്രം വറവിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വിഷുവിൻ്റെ ക്ലീനിങ് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു. അടുക്കളേൻ്റെ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതുകൂടെ ചെയ്യാണ് ഇന്ന്. ഈ റാക്കിൻ്റെ മേലെ പിന്നെ ടൈലില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേപ്പർ മാറ്റി കൊടുക്കലാണ് കേട്ടോ ചെയ്യാറ്.
അമ്മ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അമ്മ ടൂറ് പോകണമെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ അതിലിങ്ങനെ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു വിഷുവിൻ്റെ മുന്നേ ഉണ്ണിയപ്പം ഇടുമോ, അതിൻ്റെ റെസിപ്പി ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ, അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ണിയപ്പം പിന്നെ അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പാട്ട് അമ്മ ഉണ്ടാക്കല്. ഗൈസ്, അപ്പൊ ഞങ്ങൾ മാമന്റെ വീട്ടിൽ നിന്ന് എത്തിയിട്ട് ഞങ്ങളിപ്പോ മാമന്റെ വീട്ടിൽ നിന്ന് എത്തിയിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ ഞങ്ങൾ ചായ അടിക്കുകയാണ്. അപ്പൊ ഞങ്ങള് വന്നപ്പോ അമ്മ ഇതാക്കി ചായക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ചായക്ക് ഉണ്ണിയപ്പം കൂട്ടിയിരിക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ മാമന്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാന് ഇപ്പൊ വന്നപ്പോ ഇങ്ങനെ തൊട്ട് അവിടെ വന്നതാണ് കേട്ടോ. അവ അവിടുന്ന് കൊറേ നേരമായി വിളിക്കൽ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം ഞാൻ അവിടെ ഇല്ലേനല്ലോ. ഇത് പുതിയ പോത്താണ്. ഇവനെ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞ പോലേക്ക് ഞാൻ മാമന്റെ അടുക്ക് പോയിട്ടുണ്ട്. പിന്നെ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവൻ കുറച്ച് നന്നായിട്ടാണെന്ന് തോന്നുന്നത്. കൊണ്ടുവന്നെക്കാട്ടിയും കുറച്ചും കൂടി നന്നായിന്നാ തോന്നുന്നത്. എന്താ വെച്ചാ കുറച്ച് ഒരു വലിപ്പൊക്കെ വെച്ചാൽ തോന്നുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.